പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖുമൈനിയുടെ ഖബറടക്ക ചടങ്ങുകൾ ജൂലൈ 7-ന് നടക്കുമെന്ന് റിപ്പോർട്ടുകൾ. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇറാൻ പ്രസ് ടിവിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 നഗരങ്ങളിലായി തന്നെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ചടങ്ങിനാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ഫെബ്രുവരി 28-ന് നടന്ന ആക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടതിന് 4 മാസങ്ങൾക്ക് ശേഷമാണിപ്പോൾ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾ നടക്കാൻ ഒരുങ്ങുന്നത് എന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമായ കാര്യം. റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈ 6, 7, 8 തീയതികളിലാണ് ഇപ്പോൾ അനുസ്മരണ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നതും. ഇറാനിലെ പ്രധാന മത സാംസ്കാരിക കേന്ദ്രങ്ങളായ ടെഹ്റാൻ, അതേപോലെ തന്നെ മഷ്യത്ത് എന്നീ നഗരങ്ങളാണ് ഈ ചടങ്ങുകൾക്ക് വേദിയാകുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജൂലൈ 6-ന് ആരംഭിക്കുന്ന അനുസ്മരണ പരിപാടികളിൽ മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും വിവിധ മേഖലയിലെ പ്രമുഖരും പങ്കെടുക്കും. ഖൊമേനിയുടെ ജീവിതവും രാഷ്ട്രീയവും മതപരവുമായ സംഭാവനകളും അനുസ്മരിപ്പിക്കുന്ന പ്രത്യേക ചടങ്ങുകളും വിവിധ നഗരങ്ങളിൽ തുടക്കം കുറിക്കും. തുടർന്ന് ജൂലൈ 7-ന് മർഷിദിൽ വെച്ചായിരിക്കും പ്രധാന ഖബറടക്ക ചടങ്ങുകൾ നടക്കുക. ഇറാനിലെ ഏറ്റവും വിശുദ്ധമായ കേന്ദ്രങ്ങളിൽ ഒന്നായി തന്നെ കണക്കാക്കപ്പെടുന്ന ഇമാം റസ ആ ഒരു ദേവാലയത്തിലാണ് ഖമേനിയുടെ അന്ത്യവിശ്രമം അവിടെ ഒരുക്കങ്ങൾ നടക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പൊതു പങ്കാളിത്തം ഈ ചടങ്ങുകൾക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് അധികൃതരുടെ വിലയിരുത്തൽ. അതുപോലെ ചടങ്ങുകളുടെ നടത്തിപ്പിൽ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ സാധാരണ ജനങ്ങൾക്കും പ്രധാന പങ്കും അവിടെ വഹിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അവർക്കും പങ്കെടുക്കാനാകുമെന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ തന്നെ ചടങ്ങുകൾക്കായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി പ്രമുഖർ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധയും ഇപ്പോൾ ഈ ഒരു ചടങ്ങിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 3 ദിവസം നീളുന്ന അനുസ്മരണ പരിപാടികളിലൂടെ സമാപനത്തോടു കൂടിയാണ് ഖമേനിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നത്. ഇറാന്റെ സമീപകാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ സംഭാവനകളിൽ ഒന്നായി തന്നെ ഈ ചടങ്ങുകൾ മാറുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഫെബ്രുവരി 28-നാണ് ആയത്തുള്ള അലി ഖൊമേനി US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ശേഷം ഖൊമേനിയുടെ മൃതദേഹത്തെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെയും ഇറാൻ പുറത്തുവിട്ടിരുന്നില്ല. അതേസമയം ആയത്തുള്ള അലി ഖൊമേനിയുടെ മകൻ മുജ്തബ ഖൊമേനി ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ആയത്തുള്ള അലി ഖൊമേനിയുടെ പിൻഗാമിയായി തന്നെ മുജ്തബ ഖൊമേനിയെ തിരഞ്ഞെടുക്കുന്നതിലും അധികാരം ഏറ്റെടുക്കുന്ന ശേഷം അദ്ദേഹം ഇതുവരെയും പൊതുവേദികളിൽ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെടാത്തത് ഇറാനിയൻ മാധ്യമങ്ങളിൽ അടക്കം വലിയൊരു ശ്രദ്ധ ആകർഷിക്കുകയും ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്ത വിഷയമാണ്. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖൊമേനിയുടെ ഖബർ അടക്കവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.